ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് ലാപ്ലാസ് ട്രാൻസ്ഫോംസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിന് നിറയെ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷൻസിന്റെ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഫസ്റ്റ് വൺ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഒരു ലീനിയർ ഓപ്പറേഷൻ ആണ്. സച്ച് ദാറ്റ് നമ്മൾ എഫ് ഓഫ് ടി, ജി ഓഫ് ടി എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഓൾറെഡി ഈ രണ്ട് ഫങ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസും ജി ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ക്യാപിറ്റൽ ജി ഓഫ് എസുമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആൻഡ് എ ആൻഡ് ബി ആർ എനി ടു കോൺസ്റ്റന്റ്സ്. ഓക്കെ, എ ആൻഡ് ബി ആർ എനി ടു കോൺസ്റ്റന്റ്സ്. ദെൻ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി plus b into g of t is equal to a into l of f of t plus b into l of g of t. അപ്പോൾ എന്താണ്, രണ്ട് ലാപ്ലാസ് ട്രാൻസ്ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും. എ ബി ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണെങ്കിൽ അവരുടെ എഫിന്റെയും ജിന്റെയും ലീനിയർ കോമ്പിനേഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ്ലി ഇവരുടെ രണ്ടുപേരുടെയും ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ സമ്മാണ്. അതാണ് നമ്മുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, എൽ ഇൻറ്റു എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ജി ഇൻറ്റു ബി ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇത് മെയിൻലി നമുക്ക് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് തന്നെ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എക്സ്ട്രാ നമുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. എല്ലാം ജസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് എൽ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, എ എഫ് ഓഫ് ടി പ്ലസ് ബി ജി ഓഫ് ടി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ. ദെൻ ബൈ ദ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം? ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus st f of t dt. That is a into f of t plus b into g of t. Alright, so this is equal to integral 0 to infinity bracket open ചെയ്തു കഴിഞ്ഞാൽ e raised to minus st into a into f of t plus e raised to minus st into b into g of t dt. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എ നമുക്ക് ഫസ്റ്റ് ഇതൊരു പാർട്ട്, ഇത് അടുത്ത പാർട്ട് നമ്മൾ ഇന്റഗ്രൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ എ കോൺസ്റ്റന്റ് ആണ്. സോ എ പുറത്തേക്ക് എടുക്കാം. എ ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity e raised to minus st into f of t dt പ്ലസ് അടുത്തതിൽ സെക്കൻഡ് ഇന്റഗ്രേഷൻ നമ്മൾ ജി ഓഫ് ടി കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ അഗെയിൻ ഹിയർ ബി ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എങ്ങനെ വരും? ബി ഇൻറ്റു ഇന്റഗ്രൽ 0 to infinity കാണുന്നുണ്ടോ? b into integral 0 to infinity e raised to minus st g of t d. So this is equal to എന്ത് വരും? a into l of f of t plus b into l of g of t. അപ്പോൾ l of a f of t plus b g of t is equal to a l of f of t plus b l of g of t. ഇതിനെയാണ് നമ്മളുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഫങ്ഷൻസ്, ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാവുന്ന ഫങ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ്ലി ടോട്ടൽ ലീനിയർ കോമ്പിനേഷനിൽ വരുന്ന ഫംഗ്ഷന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്
അവരുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് വേർ എ ആൻഡ് ബി ആർ ദ ആർബിട്രറി കോൺസ്റ്റന്റ്സ് വിച്ച് വി ആർ യൂസിങ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു റിസൾട്ട് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്ലേഷൻ തിയറം അല്ലെങ്കിൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, അപ്പൊ നമ്മളുടെ സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോപ്പർട്ടി എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഇഫ് L of f of t is equal to capital F of s. ഓക്കെ, സ്മോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. Then L of e raised to at into small f of t is equal to capital F of s minus a for some s minus a greater for where s minus a is greater than k for some k. അപ്പോൾ സ്മോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ഓൾറെഡി അറിയുമെങ്കിൽ ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറയുന്നതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഡയറക്ട്ലി ഇവിടെ നമുക്ക് കിട്ടും. where we substitute s by s minus a, capital F of s minus a, where s minus k is some positive. പോസിറ്റീവ് എന്നില്ല, ഏതെങ്കിലും ഒരു കെയിനെക്കാട്ടിലും വലുതായിരിക്കും s minus k എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇതും നമ്മളുടെ ഡെഫിനേഷനിൽ നിന്ന് ഡയറക്ട്ലി വരുന്നത് തന്നെയാണ്. L of e raised to at into f of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണ്? ഇന്റഗ്രൽ 0 to infinity e raised to minus st into നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് e raised to at into f of t ആണ്. So e raised to at into small f of t dt. So this is equal to integral 0 to infinity a raised to m into a raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m plus n ആണ്. സോ നമുക്ക് എങ്ങനെ എടുക്കാം? e raised to minus of s minus a. കാരണം എന്താ വെച്ചാല് ഇത് എങ്ങനെയാ വരിക? അടുത്ത സ്റ്റെപ്പ് വേറെ സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൈനസ് എസ് ടി പ്ലസ് എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി സി എന്ന് പറഞ്ഞു വരും അല്ലേ? അപ്പൊ ഇവിടെ നിന്ന് കോമൺ എസ് ടി കോമൺ ആണ്. അതേമാതിരി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണമെങ്കിൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു സംതിങ് എന്നുള്ള ഫോമാണ് അല്ലെ? ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ആണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിച്ചിരുന്നത്. അപ്പൊ ഇ റേസ് ടു മൈനസ് എസിന്റെ എന്താ പറയാ കോയിഫിഷ്യന്റ് എന്തായിട്ടാണോ വരുന്നത് അതായിരിക്കും നമ്മൾക്ക് ഇവിടെ ക്യാപിറ്റൽ എഫ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എസ് എന്നുള്ള വേരിയബിളിലേക്ക് മാറ്റുകയാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ നിന്ന് നമ്മൾ അതേ ഫോമിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് പറയാം? മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എസ് മൈനസ് എ ടി നമ്മൾ കോമൺ പുറത്തേക്ക് എടുത്തു. സോ മൈനസ് ടി ആണ് നമ്മളിവിടെ കോമൺ ആയിട്ട് എടുക്കുന്നത്. സോ ഇ റേസ് ടു മൈനസ് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു ടി എഫ് ഓഫ് ടി ഡി. സോ ബൈ ദ ഡെഫിനേഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ഇത് എന്താണെന്ന് പറഞ്ഞിരുന്നത്? 0 to infinity e raised to minus st f of t dt അല്ലേ? അപ്പൊ ഇവിടെ ഈ ടിയുടെ കോയിഫിഷ്യന്റ് എന്താണോ അതാണ് നമ്മൾ ഇവിടുത്തെ വേരിയബിൾ ആയിട്ട് മാറ്റിയിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ. അപ്പൊ നമുക്ക് സ്മോൾ എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയുമെങ്കിൽ അവിടെ നിന്ന് ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ കണ്ടുപിടിക്കാം. അപ്പോ ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇ റേസ് ടു ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാല് ഇ റേസ് ടു മൈനസ് എസ് മൈനസ് എക്ക് നമുക്ക് ആർ എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കാം. ഓക്കെ, എസ് മൈനസ് എ ഇസ് ഈക്വൽ ടു ആർ വിച്ച് ഇസ് ഗ്രേറ്റർ. അത് ഏതെങ്കിലും ഒരു കെയിനെക്കാട്ടിലും വലുതാണെന്ന് നമുക്ക് പറയാലോ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity e raised to minus rt f of t dt. മൈനസ് എസിന് പകരം ആർ ഉണ്ട്. സോ ഇത് എന്തായി? ക്യാപിറ്റൽ എഫ് ഓഫ് ആർ ആയിട്ട് മാറും. ഡെഫിനേഷൻ ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ദിസ് ഈക്വൽ ക്യാപിറ്റൽ എഫ് ഓഫ് ആർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു?
കുറച്ച് എലിമെന്ററി ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നോക്കിയിട്ടുണ്ടായിരുന്നു അല്ല, ഒരു 8-10 ട്രാൻസ്ഫോംസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ അതിൽ എന്തൊക്കെ ചേഞ്ചസ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മളുടെ ഓൾറെഡി അറിയാവുന്ന എലിമെന്ററി ഫംഗ്ഷൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ L of e raised to at into t raised to n. t raised to n യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിയാമായിരുന്നു n ഫാക്ടോറിയൽ ബൈ s raised to n plus 1 ആണ്. അപ്പോൾ e raised to at വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ ചെയ്യുന്നത്? എസിന് പകരം നമുക്ക് അവിടെ എന്താണ് s മൈനസ് എ ആവും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ s മൈനസ് എ ഹോൾ റേസ് ടു n plus 1. ഓക്കെ, അപ്പൊ നിങ്ങളിത് എന്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിൾ എന്നുള്ള ഫോമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇവിടെ ടി റേസ് ടു ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ആയിട്ട് വരുന്നത് എന്താണ്? ടി റേസ് ടു എന്നിലാണ് ഇത് നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n plus 1, അതിൽ s മൈനസ്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ അതൊരു ടേബിൾ ആയിട്ട് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നു ആ റിസൾട്ടുകള്. അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ നമ്മൾക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചേഞ്ച് എന്താ എന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, നല്ല വൃത്തിയില്, കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ. അതെന്ത് ചെയ്യാം? ഡെയിലി കാണുന്ന മാതിരി നിങ്ങളുടെ ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ദിവസേന ഒരു 2-3 തവണ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി പോവാ. നിങ്ങൾ ആ റിസൾട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം നോക്കി പോവാ. മെല്ലെ 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 നിങ്ങൾക്കത് പഠിയും. ബേസിക് ആയിട്ടുള്ള ആ ഒരു 8-10 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എലിമെന്ററി ഫംഗ്ഷൻസ് പറഞ്ഞിരുന്നത്, അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാം. പക്ഷെ ബൈഹാർട്ടായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതല്ലെങ്കിൽ നമുക്ക് അത് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള സമയം പോകും. അപ്പൊ വേറെ പ്രോബ്ലത്തില് ഇത് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളതായിരിക്കും. അപ്പൊ ഇത് ഡയറക്റ്റ്ലി നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് നമുക്ക് വേഗം പ്രോബ്ലം ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ആദ്യം മുതൽക്ക് അതിന്റെ കണ്ടുപിടിച്ച് സൈനിന്റെ കോസിന്റെ കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക. പിന്നെ ഇത് നമുക്ക് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമുക്ക് e raised to at എന്ന് വന്നു കഴിഞ്ഞാൽ ഡയറക്ട്ലി എസിന് പകരം അവിടെ എന്താണ്? s മൈനസ് എ എന്ന് പറയുന്നതാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പല ക്ലാസ്സുകളിലും. നിങ്ങൾ അതെന്ത് ചെയ്യുക? ഒരു പേപ്പറിലേക്ക് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഡെയിലി കാണുന്ന മാതിരി എവിടെയെങ്കിലും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ബെഡ്റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ എണീക്കുമ്പോഴും അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ ഡെയിലി പാസ് ചെയ്യുന്നത്, നടന്നു പോകുന്ന എവിടെയാണ് ഡെയിലി നിങ്ങൾക്ക് ഒരു നോട്ടം എത്തുക എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്ത് വെക്കുക. എന്നിട്ട് അതും കൂടെ ദിവസേന നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി പോയിക്കൊണ്ടിരുന്നാൽ തന്നെ, ജസ്റ്റ് പാസ് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി. എന്താണോ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പം കണ്ണി കാണും, വേഗം ഒന്ന് വായിക്കുക, കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്കത് എല്ലാ റിസൾട്ടുകളും പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് L of e raised to at into sin bt is equal to sin bt യുടെ എന്താണ് വരിക? b by s square by a square b square എന്നാണ്. നിങ്ങൾക്ക് അവിടെ sin at യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അവിടെ. അപ്പൊ a by s square plus a square എന്നായിരുന്നു. ഇവിടെ b ആണ്, അപ്പൊ b by ആണ് വരിക. b by s square plus b square. പക്ഷെ e raised to at വെച്ചായതുകൊണ്ട് എസിന് പകരം അവിടെ s മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. b by s മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഇങ്ങനെയാവും. മനസ്സിലായോ? ഈ തേർഡ് വൺ L of e raised to at into cos bt. നമ്മൾ കോസ് ബിയുടെ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. എന്തായിരുന്നു? s by s square plus a square ആയിരുന്നു. അപ്പോ ഇവിടെ എന്ത് വന്നു? എസ് എക്ക് പകരം അല്ല, കോസ് 80 ആണ് നമ്മൾ അവിടെ നോക്കിയിരുന്നത്. ഇവിടെ എന്താണ്? കോസ് 80ക്ക് പകരം കോസ് BT ആണ്. അപ്പൊ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. പക്ഷെ e raised to at ഉള്ളത് കൊണ്ട് എസിന്റെ അവിടേക്ക് s മൈനസ് എ വേണം. സോ s മൈനസ് എ ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ മുഴുവനും എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അടുത്തത് ഹൈപ്പർബോളിക്കില് e raised to at into sin h bt. നമ്മള് സൈൻ എച്ച് ടിയുടെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു? a ബൈ എന്നായിരുന്നു. ഇവിടെ എന്താണ്? എക്ക് പകരം സൈൻ എച്ച് ബി ടി ആണെങ്കിൽ b ബൈ എസ് സ്ക്വയർ പ്ലസ്
എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ബി ടി ആയതുകൊണ്ട് ബി ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാ വരേണ്ടത്. പക്ഷെ ഇവിടെ എ ടി എന്ന് പറയുന്ന ഒരു ഫോം ഉള്ളത് കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സൈൻ ബി ടി എന്ന് പറയുന്നതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ബി ബൈ എസ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ ടി എന്ന് പറയുന്നത് വന്നുകൊണ്ട് ബൈ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എസിന്റെ അവിടെ എസ് മൈനസ് എ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതേമാതിരി തന്നെ കോസിന്റെ കേസിൽ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു കോസ് ബി ടി ഈസ് ഈക്വൽ ടു കോസ് ബി ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? എസ് ബൈ എസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നു. ഓക്കെ, ബി അല്ലേ ഇവിടെ, അപ്പൊ ബി സ്ക്വയറിനാണ്. അപ്പൊ ഇവിടെ വരുമ്പോ എന്ത് വരണം? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എസിന്റെ അവിടെ എസ് മൈനസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എസ് മൈനസ് എ ഡിവൈഡ് ബൈ എസ് മൈനസ് എ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ രണ്ട് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു 2 cos 5t മൈനസ് 3 sin 5t. ഓക്കെ, ഈ തന്നിട്ടുള്ള ഫംഗ്ഷന്റെ കാണുന്നുണ്ടോ? ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു 2 cos 5t മൈനസ് 3 sin 5t. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ അതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുകയാണ്. ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു 2 cos 5t മൈനസ് ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു 3 sin 5t. ഓക്കെ, അപ്പൊ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ലീനിയാരിറ്റി പ്രോപ്പർട്ടിയും യൂസ് ചെയ്യാം. അപ്പൊ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് 2ഉം 3യുമാണ്. അപ്പോ 2 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു കോസ് 5t മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു സൈൻ 5. ഓക്കെ, ഇനി എന്താണ്? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. കാരണം കോസ് 5t നമുക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നമ്മൾ ഇ റേസ് ടു എ ടി എന്നുള്ള ഒരു ഫോം ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -3 ആണ് അല്ലെ? ഇ റേസ് ടു എ ടി ആയിരുന്നു, ഇവിടെ ഇ റേസ് ടു മൈനസ് 3t ആയതുകൊണ്ട് നമ്മളുടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ എ എന്ന് പറയുന്നത് -3 ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇത് എങ്ങനെ വരും? 2 ഇൻറ്റു എൽ ഓഫ് കോസ് 5tയിൽ എസിന്റെ അവിടെ നമ്മൾ എസ് മൈനസ് എ യൂസ് ചെയ്യണം. അപ്പൊ കോസ് 5t ആയിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്നാണ് വരിക. പക്ഷെ ഇവിടെ ഇ റേസ് ടു മൈനസ് 3t ഉള്ളത് കൊണ്ട് എസ് മൈനസ് എ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എസ് മൈനസ് ഓഫ് -3 ദാറ്റ് ഇസ് എസ് പ്ലസ് 3. അപ്പൊ ഇവിടെ എന്ത് വരും? എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എന്നായിട്ട് മാറി. മൈനസ് 3 ഇൻറ്റു ഇവിടെ എന്താണ്? 5 ബൈ എസ് സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ആണ് വരിക. എഗെയിൻ ഇവിടെ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ട് എയുടെ അവിടെ അല്ല എസിന്റെ അവിടെ എസ് മൈനസ് എ. അപ്പൊ ഇവിടെ എസ് മൈനസ് ഓഫ് -3 എസ് പ്ലസ് 3 എന്ന് വരും. അപ്പൊ 2 ഇൻറ്റു എസ് പ്ലസ് 3 ബൈ എസ് പ്ലസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ കിട്ടി. അപ്പൊ ഇനി എന്താ? നമുക്കിതില് എൽസിഎം എടുക്കാം. അപ്പൊ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 6s പ്ലസ് 9 പ്ലസ് 25. ഇവിടെ എന്ത് വന്നു? 2s പ്ലസ് 3 മൈനസ് 15. ഇവിടെ രണ്ടവിടെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 2s
minus 12 divide sorry ഇവിടെ ഒന്ന് മാറിയില്ലേ 2s in plus 6 ആണ് അപ്പൊ ഇവിടെ 2s minus 9 2s minus 9 divided by s square plus 6s plus 34. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. L of sin square t. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചതിൽ നിന്ന് നമുക്ക് സൈൻ സ്ക്വയർ ടിയുടെ ഫോം ഒന്നും അറിയില്ല അല്ലെ. സൈൻ സ്ക്വയർ ടി നമുക്ക് അറിയില്ല ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ. പക്ഷെ കോസിന്റെ ഫോമിലേക്ക് വരികയാണെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പൊ നമ്മള് സൈൻ സ്ക്വയർ ടി നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫോം വെച്ച് നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്യും. എൽ ഓഫ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2t ബൈ 2. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് കോസ് 2t ബൈ 2 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ട്രിഗ്നോമെട്രിയുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു എഗെയിൻ നമ്മളുടെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ എൽ ഓഫ് 1/2 മൈനസ് കോസ് 2t ബൈ 2 എന്ന് പറഞ്ഞു എഴുതാം അല്ലെ. അപ്പൊ എന്താണ് 1/2 കോമൺ ആണ്, അത് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് 1/2 പുറത്തേക്ക് എടുത്തിട്ടും ഡയറക്റ്റ്ലിയും ചെയ്യാം. അപ്പൊ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എന്ത് വരും? 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് കോസ് 2t. ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്താ വരിക? 1/2. ഇപ്പൊ രണ്ട് മെത്തേഡിലുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ 1/2 എടുത്തിട്ട് അല്ലെങ്കിൽ എൽ ഓഫ് 1/2 മൈനസ് എൽ ഓഫ് 1/2 ഇൻറ്റു കോസ് 2t, എന്നിട്ട് രണ്ടിൽ നിന്നും 1/2 പുറത്തെടുക്കുക. അങ്ങനെയും ചെയ്യാം. അപ്പൊ എൽ ഓഫ് 1 എന്താ? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കിയതായിരുന്നു റിസൾട്ടില്. എൽ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s ആണ്, മൈനസ് കോസ് 2tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കുകയാണെങ്കിൽ 1/2 ഇൻറ്റു എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലെങ്കിൽ 4 എന്ന് എഴുതാം. ഇവിടെ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ. ക്യാൻസൽ ആവും, 2ഉം ക്യാൻസൽ ആവും. സോ 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഇതാണ് സൈൻ സ്ക്വയർ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ചെറിയൊരു വ്യത്യാസം, ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു റിസൾട്ട് നോക്കിയത് ഇപ്പൊ എന്തായിരുന്നു? സൈൻ സ്ക്വയർ ടി. അത് ഇവിടെ എഴുതി വെക്കാം. എൽ ഓഫ് സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് നമുക്കിപ്പോ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞ് കിട്ടി അല്ലെ. ഇനി എൽ ഓഫ് സൈൻ ക്യൂബ് അല്ല, സൈൻ ക്യൂബ് 2t അല്ല, അതിനൊരു പ്രോപ്പർട്ടി കൂടി നോക്കണം. നമുക്ക് ഇ റേസ് ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് വരാം? ഇ റേസ് ടു മൈനസ് 3, ഇ റേസ് ടു മൈനസ് 3t ഇൻറ്റു സൈൻ സ്ക്വയർ ടി നോക്കാം.
ഇത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു. നമ്മൾ എന്താണ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് മാറും? എ എന്നുള്ളത് അങ്ങനെ തന്നെ നിന്നു, 2 ഡിവൈഡഡ് ബൈ പിന്നെന്താണ് എക്ക് പകരം ഇവിടെ -3 ആണ്. അപ്പൊ എസ് വന്നവിടെ എന്ത് വേണം? -3 വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അല്ലേ? അപ്പോ എസ് +3, എസ് -3 എന്നല്ല ശരിക്കും വരാറ്. അപ്പൊ -3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് +3 ഹോൾ സ്ക്വയർ +4. അപ്പൊ 2 ഡിവൈഡഡ് ബൈ സോറി ഇവിടെ ഇതായിരുന്നില്ലല്ലേ, എന്തായിരുന്നു? 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ +4 ആയിരുന്നു. അപ്പോ ഇത് എസ് +3 ഹോൾ സ്ക്വയർ +4 ഇൻറ്റു എസ് +3 എന്ന് കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് +3 എന്നുള്ളത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഇൻറ്റു ഇത് മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 6s പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 9 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13. ഇതാണ് നമുക്ക് ആൻസർ വരിക. 2 ഡിവൈഡഡ് ബൈ എസ് +3 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 13. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടത്. അപ്പോ 2 പ്രോബ്ലംസ് തരാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ടെക്സ്റ്റ് ബാക്ക് പ്രോബ്ലംസ് തന്നെയാണ്. ഫസ്റ്റ് വൺ 2t + 6. സെക്കൻഡ് വൺ e raised to -t into sin t. ഇത് രണ്ടിന്റെയും നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കും. ഒന്നും കൂടി 3 is equal. തേർഡ് വൺ cos square omega t. cos square omega t. ഇതും കൂടി ചെയ്യുക. ഓക്കെ, ഈ 3 എണ്ണത്തിന്റെയും ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമുക്ക് ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.